കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഉണങ്ങിയ മുന്തിരി തണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഇതൊന്ന് മടക്കി കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. ഇനി നമ്മളിതിൽ ഈ ഒരു കോയിൻ വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണം. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ വേറെ കുറച്ചെണ്ണം കൂടെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് ഫ്ലവർ ആക്കി എടുക്കണം. അപ്പൊ നമ്മൾ പേനയുടെ ബാക്ക് വശം വെച്ച് ഇതുപോലെയാണ് ഓരോന്നും ഫ്ലവർ ആക്കി എടുക്കേണ്ടത്. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു കുഞ്ഞു ഫ്ലവർ ആയി കിട്ടും. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ റൗണ്ട് പീസുകളും നമുക്ക് ഇതുപോലെ പൂക്കളാക്കി എടുക്കണം. ഉണങ്ങിയ മുന്തിരി തണ്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കുറെ പൂക്കൾ നമ്മൾ ചെയ്തെടുത്തു. പിന്നീട് നമ്മൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ചെറിയ ചെറിയ ഇലകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമുക്ക് മുന്തിരി തണ്ടിലേക്ക് ഒട്ടിച്ചെടുക്കണം. ആദ്യം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഫെവി ബോണ്ട് വെച്ചാണ് ഓരോ പൂക്കളും അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. ഹൈപ്പ് ചെയ്യാനും ആരും മറന്നു പോകരുതേ. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയുക. ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും നമ്മൾ ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ കൂടെ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട്? ഇപ്പൊ നമ്മൾ എല്ലാ ഇലകളും അതിലേക്ക് ഒട്ടിച്ചെടുത്തു. നമ്മൾ മുന്തിരി തണ്ടിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കുഞ്ഞു പ്ലാന്റ് നമ്മൾ ഈ ഒരു പേപ്പർ ഗ്ലാസിനകത്തേക്കാണ് വെച്ചു കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തു. പിന്നീട് നമ്മൾ അതിനകത്തേക്ക് തെർമോക്കോളിന്റെ പീസൊക്കെ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലും നമ്മൾ പെയിന്റ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ നടുക്കായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞു പ്ലാന്റ് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ വെറുതെ കളയുന്ന മുന്തിരി തണ്ടിൽ ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അതിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഓരോ ഫ്ലവറിന്റെയും നടുക്കായിട്ട് വൈറ്റ് കളർ പെയിന്റ് വെച്ച് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ പൂക്കളുടെ നടുക്കും നമ്മൾ ഇതുപോലെ ഡോട്ടുകൾ ഇട്ട് കൊടുത്തു. ഇപ്പൊ നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ.